ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ സൊല്യൂഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ്. ഈ പ്രാവശ്യം ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഈ മാർച്ച് ഏപ്രിൽ സമയത്ത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെയും ഡൗട്ടാണ്. ഏത് സമയത്ത് അസൈൻമെൻറ്റാണ് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് സെഷനിലുള്ള അസൈൻമെൻറ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിലൊക്കെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ഒട്ടുമിക്ക കുട്ടികൾക്കും സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവില്ല, രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല. ജസ്റ്റ് എൻറോൾമെൻറ്റ് നമ്പർ അഡ്മിഷൻ്റെ കൺഫർമേഷൻ മെസ്സേജ് മെയിൽ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് എങ്ങനെ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നോ ഏതാണ് ലേറ്റസ്റ്റ് അസൈൻമെൻറ്റ് എന്നോ ഒന്നും അറിയാത്തവരായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. സോ ഏത് അസൈൻമെൻറ്റാണ് നമ്മൾ ഈ ഒരു 2025 ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള, അതായത് ഫസ്റ്റ് സെമ്മിൻ്റെ ആണ് കേട്ടോ പറയുന്നത്, അല്ലെങ്കിൽ ജൂലൈ 2024 അഡ്മിഷന് റീ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളതോ ആയിട്ടുള്ള, അതും അല്ലെങ്കിൽ ഈ ജൂണിൽ എക്സാം എഴുതാനുള്ളതായിട്ടുള്ള, അതും അല്ലെങ്കിൽ ഈ ഒരു മാർച്ചിൽ എന്തായാലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, എക്സാം പിന്നെ എഴുതാം, അങ്ങനെ വിചാരിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ ഏത് അസൈൻമെൻറ്റാണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അവർ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024-25 അസൈൻമെൻറ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ 2024 ജൂലൈ സെഷനിൽ ഉള്ള കുട്ടികൾക്ക് 31 ഒക്ടോബർ കഴിഞ്ഞ പ്രാവശ്യത്തതും, അല്ലാതെ 2025 ജനുവരി സെഷനിലുള്ളവർക്ക് 2025 ഏപ്രിൽ, അത് ചില സൈറ്റിൽ ഒഫീഷ്യലി 31 മാർച്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് മിക്കവാറും 13 ഏപ്രിലോട്ട് എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്, എല്ലാ പ്രാവശ്യവും ആവാറുണ്ട്. അപ്പോൾ 13 ഏപ്രിൽ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഇതാണ് ഒട്ടുമിക്കതും വരിക. കാര്യം അത് കഴിഞ്ഞ സെഷനിൽ കംപ്ലീറ്റ്ലി ഇഗ്നോൻ്റെ സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അത് ഈ ഒരു സെഷൻ, ഇഗ്നോ ഒരു സെഷന് 2 സെഷനും കൂടെ ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യന് അപ്ലോഡ് ചെയ്യുക. അതായത് ഒന്ന് ജൂൺ സെഷനിലും ജാനുവരി സെഷനിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അത് കഴിഞ്ഞിട്ടുള്ള സെഷൻസ് ഒരു വർഷത്തേക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള, ഈ വർഷം കൂടി ഈ ഒരു ജൂൺ വരെ വാലിഡ് ആയിട്ടുള്ള, ഈ ഒരു ഏപ്രിൽ സമയത്ത് വരെ അസൈൻമെൻറ്റ് എഴുതാനുള്ള കുട്ടികൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാലിഡാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഈ അടുത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. 2024-25 എന്ന് പറഞ്ഞിട്ട് ഇതിലും അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദോസ് സ്റ്റുഡൻസ് അപ്പിയറിംഗ് എക്സാംസ് ഫോർ 2024-25 ടേം എക്സാം 15 മാർച്ചിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന്. ഇതിൽ 15 മാർച്ച് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളെ സ്റ്റഡി സെൻറ്റേഴ്സ് ഏതാണോ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഇഗ്നോൻ്റെത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി സ്റ്റഡി സെൻറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യും. പുതിയതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം 2024-25 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഇനി ചില കേസസിൽ, ഇപ്പം ബികോമിൻ്റെ കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, 2 സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ 4 സബ്ജക്റ്റിൻ്റെ ആയിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ് BBAയുടെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, 1 പുതിയത് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു ഫെബ്രുവരി 20 മുതൽ, അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്റ്റഡി സെൻറ്റേഴ്സ് ഇപ്പോഴേ അസൈൻമെൻറ്റ്സ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഫെബ്രുവരി 20 മുതൽ ഏകദേശം എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും അസൈൻമെൻറ്റ്സ് സ്വീകരിച്ച് തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഏർലി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും യാത്ര ചെയ്യാനുള്ളവരോ, അല്ലെങ്കിൽ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കടമയാണല്ലോ, ആ ഒരു കടമ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാരുണ്ടാവും.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്താലും ഇഗ്നോ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ഡേറ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ള കാര്യം സ്റ്റിൽ ഡൗട്ടാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്താൽ മാർച്ച് 30 വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് വന്നിട്ടുള്ള സൈറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പുതിയത് ചെയ്യുക. വരാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൈറ്റിൽ ഏതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്തായാലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെയായിട്ട് നമ്മൾ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് വെക്കുമല്ലോ, അത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ഗൈഡിനെ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ്. അപ്പോൾ അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഇഗ്നോൻ്റെത് ഒട്ടുമിക്ക കാര്യങ്ങളും ലേറ്റ് ആയിട്ടാണ് വരിക, ചിലത് നമുക്ക് സ്പീഡിൽ വരും, ചിലത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഇതാണ് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ്. ലാസ്റ്റ് മാർച്ച് 31 സൈറ്റിലുള്ളത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർച്ച് 15 എന്നുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏപ്രിൽ 30 എന്നുണ്ട്. അപ്പോൾ മാർച്ച് 31 വരെ എന്തായാലും സ്റ്റഡി സെൻറ്റേഴ്സ് കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇഗ്നോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും സ്റ്റഡി സെൻറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഇപ്പം അഡ്മിഷൻ കൺഫേം ആവാത്ത, ഇഗ്നോ സമർത്ഥത്തിൽ ലോഗിൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ സ്റ്റുഡൻ്റ് ഐ ഡിയിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ലോഗിൻ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്യാൻ അറിയാത്ത സ്റ്റുഡൻസിന് ഈസി ആയിട്ട് എങ്ങനെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്താം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട സബ്ജക്റ്റ് കോഡ്, ഇപ്പം ഞാൻ കൊടുക്കുന്ന സബ്ജക്റ്റ് കോഡ് MMPC 02ൻ്റെ അസൈൻമെൻറ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് MMPC 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2024-25 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. സോ നമുക്ക് ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇഗ്നോൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. സോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ക്ലാസ് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് MCOMൻ്റെത് എടുത്ത് നോക്കാം. MCOM ഫസ്റ്റ് ഇയറിൻ്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല, കംപ്ലീറ്റ്ലി വന്നിട്ടില്ല. MCOMൻ്റെത് MCO 0 4 സബ്ജക്ട്സ് ഉണ്ട്. MCO 01, MCO 01, 021, 4, 5 ഈ 4 സബ്ജക്ട്സാണ് ഉള്ളത്. ഈ 4 സബ്ജക്റ്റിന് MCOMൻ്റെ ഇത് വന്നിട്ടില്ല. സോ നമുക്ക് MCOMൻ്റെത് അടിച്ചു നോക്കാം. MCO 01 അല്ലെങ്കിൽ MCO 21 അടിച്ചു നോക്കാം. 21 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 24-25. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ MCOMൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതിൽ 2024 എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, 2025 എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഫസ്റ്റ് സെമസ്റ്ററിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക്, പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ പോലും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം സൈറ്റിൽ പുതിയത് വന്നിട്ടില്ല, 2025ൻ്റെത് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് തന്നെ ചെയ്യാനാണ് പറ്റുക. ഇതിന് തന്നെയാണ് നമുക്ക് മാർക്ക് കിട്ടുക, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അത് വരാത്ത ആൾക്കാർ വെറീഡ് ആവേണ്ട, അതുവരെ ഉള്ള ലാസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് വരിക. അത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു MCOMൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെത് വരാത്തവർ എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക, ഞാൻ എത്ര സമയം വരെ വെയിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാൻ നിന്നാൽ അത്രയും വെയിറ്റ് ചെയ്തത് കൊണ്ട് വരുമോയെന്നും നമുക്ക് കൺഫേം ആക്കിയിട്ട് പറയാൻ പറ്റില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
നമ്മൾ സോൾവ്ഡ് അസൈൻമെൻറ്റ്സും അതേപോലെ തന്നെ ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സോൾവ്ഡ് അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള PDF ഫയൽസാണ് സോൾവ്ഡ് അസൈൻമെൻറ്റ്സ്. എന്താണ് സോൾവ്ഡ് അസൈൻമെൻറ്റ്സ് എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ MMPC 2ൻ്റെ സോൾവ്ഡ് അസൈൻമെൻറ്റ് 2024-25 സോൾവ്ഡ് അസൈൻമെൻ്റ് ആണിത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിൻ്റെ ആൻസേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് നമ്മൾ തരുന്നുണ്ടാവുക കേട്ടോ. സോ നിങ്ങൾ അതേപോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല, നമ്മൾ ചെറുതായിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും. സോ അതേപോലെയുള്ള സോൾവ്ഡ് അസൈൻമെൻറ്റ്സ് നമ്മൾ അയച്ചു തരുന്നുണ്ടാവും. അതേപോലെ ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റും നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ. നമ്മൾ സ്റ്റഡി സെൻറ്റേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് എത്ര വേർഡ്സിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ 10 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 500 വേർഡ്സ്, അങ്ങനെ കറക്റ്റായിട്ട് എത്ര ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കിനാണ് എത്ര ഇതിനാണ് അതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവുക. സോ ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ് വേണ്ടവർ എൻ്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇഗ്നോ സൊല്യൂഷൻസ് 9526968573 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.